അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസം അത് ഖുർആനിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അല്ലാഹു തആല ഖുർആൻ പരിചയപ്പെടുത്തി തന്നത് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസം എന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം, അതുപോലെ ഖുർആൻ പഠിക്കുക, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യൽ പരിശുദ്ധമായ റമദാനിൻ്റെ രാപകലികളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ്. ഖുർആനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകേണ്ടതും ബന്ധപ്പെടേണ്ടതും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്ത് അൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ സൂറത്ത് അൽ ബക്കറയാണ്. ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ബക്കറ, ആദ്യത്തെ സൂറത്ത് തന്നെ ബക്കറ പശു എന്ന അർത്ഥം കൊണ്ട് തുടങ്ങിയത്? അതിൽ ഒരു കുട്ടി വളർത്തി സമ്പന്നനായ ഒരു പശുവിൻ്റെ കഥ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരായത്, പാരായണം ചെയ്യുന്ന പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ ഒരു പശുവിൻ്റെ കഥ നമുക്കിന്ന് കേൾക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരണപ്പെടാറായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു നല്ല പശുവിനെ വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം നേരെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കാട്ടിൽ കൊണ്ടുപോയിട്ട് ആ കാട്ടിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അവിടെ നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ മകൻ വളരെ ചെറിയ കുട്ടിയാണ്. എൻ്റെ കുട്ടിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഞാനതാ ഒരു പശുവിനെ ഈ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. എൻ്റെ മകൻ അവൻ പ്രായപൂർത്തിയായി വളർന്നു വലുതായി വരുമ്പോൾ നീ അവനിലേക്ക് തന്നെ ഈ പശുവിനെ തിരിച്ചേൽപ്പിക്കണമെന്ന് ആ കാനന മധ്യത്തിൽ വെച്ചിട്ട് പശുവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് ദുആ ചെയ്തു. അങ്ങനെ ആ പിതാവ് കുറേ ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ പിന്നെ ആ പൊന്നു മകൻ്റെ മാതാവ് മാത്രമാണുള്ളത്. ആ മാതാവിനെ ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് ഈ കുട്ടി ഇങ്ങനെ ജീവിച്ചു വന്നു. മാതാവ് ഒരു ദിവസം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയിട്ട് ഒരു പശുവിനെ ഇന്ന സ്ഥലത്തുള്ള കാനനത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്, റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അത് നിനക്കുള്ള പശുവാണ്. നീ ആ കാട്ടിൽ ചെന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും എന്നിട്ട് ആ പശുവിനെ നീ വിളിക്കുകയും വേണം. ആ പശു വരുമ്പോൾ അതിനെ നീ കൂട്ടിക്കൊണ്ടുവരണം. ആ മകൻ അപ്രകാരം ചെയ്തു. ആ കാട്ടിൽ ചെന്ന് പശുവിനെ വിളിച്ചു, റബ്ബിനോട് ദുആ ചെയ്തു, ആ കഴുത്തിൽ കയറിട്ട് ആ പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു. കുറേ നാൾ ഇങ്ങനെ ഉമ്മയും മകനും കൂടിയൊക്കെ ആ പശുവിനെ ഇങ്ങനെ പോറ്റിക്കൊണ്ടുവന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഉമ്മ പറഞ്ഞു, മോനെ, ഞാനും ഏകദേശമൊക്കെ വാർദ്ധക്യമൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും കൂടി മരിച്ചു കഴിഞ്ഞാൽ മോന് ഈ പശുവിനെ ഒറ്റയ്ക്ക് നോക്കാനുള്ള പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കിതിനെ വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ അത് സമ്മതിച്ചു. മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഈ പശുവിനെ വിൽക്കാൻ സന്ദർഭത്തിൽ എൻ്റെ ഉമ്മാക്ക്, പ്രിയപ്പെട്ട ഉമ്മാക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഇത്ര രൂപയ്ക്കാണ് നീ കൊടുക്കേണ്ടത്. അതൊരു 100 ദീനാറാണെന്ന് തോന്നുന്നു, അത് കൃത്യമായിട്ട് ഉറപ്പില്ല. 100 ദീനാറിന് കൊടുക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് എന്നോട് ആരെങ്കിലും വില പറയുമ്പോൾ എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ആ പശുവിനെയും കൊണ്ട് പോയി. പശുവിനെയും കൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മോനെ, ഇതിനെ നീ വിൽക്കുമോ? എത്ര രൂപ വേണം? 100 ദീനാർ വേണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 200 ദീനാർ തരാം എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഞാൻ പശുവിനെ തരാം, പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട്, എൻ്റെ ഉമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ആ മകൻ ആ ഉമ്മയോട് ചോദിക്കാൻ വേണ്ടി പോയി. ഉമ്മ പറഞ്ഞു, മോനെ, 100-നേക്കാൾ എത്രയോ വലുതാണ് 200, മോൻ കൊടുക്കാൻ പറഞ്ഞു. ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ വേറൊരാളെ കണ്ടിട്ട് ചോദിച്ചു, നീ ഇതിനെ കൊടുക്കുമോ? ആ, കൊടുക്കും. എത്ര വേണം? 200 വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 300 ദീനാർ തരാമെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് തരാം, പക്ഷേ എൻ്റെ ഉമ്മയോട് ഒരു വാക്ക് ചോദിക്കണമെന്ന് പറഞ്ഞു. അവൻ തിരിച്ച് ഉമ്മയോട് വാക്ക് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, 200-നേക്കാൾ വലുതാണല്ലോ മോനെ, 300 നീ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ മറ്റൊരാളെ കാണുന്നു. ആ മറ്റൊരാൾ ചോദിച്ചു, മോനെ, ഇതിനെ വിൽക്കുമോ? വിൽക്കും. എത്ര വേണം? 300 ദീനാർ വേണം. ഞാൻ 400 ദീനാർ എന്ന് പറഞ്ഞു. ഈ കുട്ടി ആകെ പരിഭ്രമിച്ചു, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ മനുഷ്യനോട് തന്നെ ചോദിച്ചു, നിങ്ങൾ പറ, ഈ പശുവിന് എത്ര രൂപ കിട്ടും? ഇതിന് എത്ര രൂപയ്ക്കാണ് ഇതിനെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ച് ഈ പശുവിനെ കൊണ്ടുപോവുക. നിന്റെ വീട്ടിൽ ഇതിന് ആവശ്യക്കാർ വരുമ്പോൾ നീ അവരോട് പറയണം,
ഈ പശുവിനെ നിങ്ങൾ അറുത്ത് ഇതിൻ്റെ തോല് നിറച്ചും എനിക്ക് സ്വർണം തരാമെങ്കിൽ ആ ഡിമാൻഡിൽ നിങ്ങൾക്ക് ഞാൻ പശുവിനെ വിൽക്കാമെന്ന് പറ. അങ്ങനെ ഒരു കൂട്ടർ നിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വന്നതൊക്കെയും മലക്കുകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് സൂറത്തുൽ ബഖറയുടെ നമുക്ക് പരാമർശിച്ചു തരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അവിടെ വലിയ ഒരു കുടുംബത്തിൽ ഒരു കൊല നടക്കുകയാണ്. ഒരു കൊല നടന്നു. പക്ഷേ കൊലയാളി ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വഴിമധ്യത്തിൽ വെച്ച് നടുറോഡിൽ വെച്ച് കൊണ്ട് ഒരാൾ കൊല്ലപ്പെടുന്നു. ആരാണ് കൊന്നത് എന്ന് കൊലയാളി അറിയാൻ കഴിയുന്നില്ല. ആ കുടുംബക്കാരെല്ലാവരും കൂടി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നു. കൊലയാളിയെ ഞങ്ങൾക്ക് അറിയണം, അങ്ങ് അറിയിച്ചു തരണം, റബ്ബിനോട് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. വഇദ് ഖാല മൂസാ ലി ഖൗമിഹി, മൂസാ നബി ആ ജനങ്ങളോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബക്കറ, അല്ലാഹു തആല നിങ്ങൾ ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ പശുവിൻ്റെ വാലെടുത്ത് ആ മരിച്ചു കിടക്കുന്ന ആളിലേക്ക് നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ ആരാണ് കൊലയാളി എന്ന് കണ്ടെത്താൻ പറയും. അങ്ങനെ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ അവിടെ നിന്നിട്ട് ഓരോന്ന് ചോദിക്കുകയാണ്. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ, മൂസ അങ്ങയുടെ റബ്ബിനോട് ചോദിക്കൂ പശു എങ്ങനത്തതായിരിക്കാം എന്ന് ചോദിക്കൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. വലിയ പ്രായമുള്ള പശുവാകരുത്, എന്നാൽ വലിയ പ്രായം കുറഞ്ഞ പശുവുമാകരുത്. വീണ്ടും അവർ ചോദിക്കുന്നു അതിൻ്റെ നിറം എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു തആല ഇറക്കി കൊടുക്കുന്നു, കാണുന്നവർക്ക് കൗതുകമുണ്ടാകുന്ന നിലയിൽ തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം. ഇങ്ങനെ ഓരോ വിശേഷണങ്ങൾ അവർ ചോദിക്കും തോറും വാനലോകത്ത് നിന്നും വിശേഷണങ്ങൾ അറിയിച്ചു കൊടുത്തിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനത്തെ പശുവിനെ അവർ അന്വേഷിച്ച് നടന്ന് അവസാനം ഈ കുട്ടിയുടെ വീട്ടിലെത്തി. ഇങ്ങനെ ഒരു പശു ഉണ്ട് എന്നറിഞ്ഞിട്ട് തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള കാണാൻ നല്ല രസമുള്ള കൗതുകമുള്ള ഒരു പശു ഉണ്ടെന്നറിഞ്ഞു അവിടെ ചെന്നു. ഇവർ കുട്ടിയോട് പശുവിനെ പറ്റി ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതിൻ്റെ തോല് നിറച്ച് എനിക്ക് നിങ്ങൾ സ്വർണം തരികയാണെങ്കിൽ ഈ പശുവിനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആവശ്യം നടക്കണം. ആ നാട്ടിലെ വലിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ആ ഡിമാൻഡിൽ ഒരു പശുവിനെ വാങ്ങിച്ചു, കൊണ്ടുവന്നു, അറുത്തു. അതിൻ്റെ വാലെടുത്തുകൊണ്ട് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ കൊല്ലപ്പെട്ട ആളിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നെ ഇന്നയാളാണ് കൊന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. വീണ്ടും അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 67-ാമത്തെ ആയത്തിൽ ആ പശുവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കുള്ള ഇതിൻ്റെ ഗുണപാഠം എന്തെന്ന് ചോദിച്ചാൽ, ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ ഖിദ്മത്ത് ചെയ്യുന്നവരെ, സ്നേഹിക്കുന്നവർ, പരിപാലിക്കുന്നവരെ അള്ളാഹു കൈവിടൂല എന്നുള്ളതും മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്നതുമാണ് ഗുണപാഠം. നമ്മൾ പഠിക്കുക. സൂറത്തുൽ ബഖറ ഓതുമ്പോൾ ഈ ചരിത്രം നമ്മളിലേക്ക് ഓർമ്മ വരട്ടെ. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇതിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് ഇൽമിൽ പങ്കാളികളാവുക. നിങ്ങളുടെ ദുആ വസിയത്തുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പരിശുദ്ധ റമളാൻ ദുആയുടെ മാസമാണ്. ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.